ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേട്ടത് സ്നാപകയോനോട് യഹൂദർ വന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. സ്നാപകയോനോട് യഹൂദർ ചോദിക്കുകയാണ്, നീ ആരാണ് എന്ന് ഞങ്ങൾക്ക് അറിയണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി സ്നാപകയോനോട് ചോദിക്കുകയാണ്, നീ ആരാണ്? നീ മിശിഹായാണോ? അല്ലെങ്കിൽ നീ ആരാണ്? നീ പ്രവാചകനാണോ? നീ ഏലിയായാണോ? എന്നൊക്കെ ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ യോഹന്നാനെ സംബന്ധിച്ച്, സ്നാപകയോഹന്നാനെ സംബന്ധിച്ച് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ യെസ് അല്ലെങ്കിൽ നോ പറയാമായിരുന്നു. ഒരു പക്ഷേ യെസ് എന്നാണ് ഈ സ്നാപകയോഹന്നാൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ വലിയ ബഹുമതി സ്നാപകയോഹന്നാനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സ്നാപകയോഹന്നാൻ സത്യത്തോട് ചേർന്നതുകൊണ്ട് സ്നാപകയോഹന്നാൻ പറയുകയാണ്, ഞാൻ മിശിഹായല്ല, അവന് സാക്ഷി നൽകാനായിട്ട് വന്നവനാണെന്ന് പറയുകയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ താഴ്മയോടെ നിർത്തിക്കൊണ്ട് സ്നാപകയോഹന്നാൻ അവരോട് സംസാരിക്കുകയാണ്, ഞാൻ ദൈവത്തിന് വഴിയൊരുക്കാൻ വന്നവനാണ്, അവൻ്റെ മുമ്പിൽ ഞാൻ ആരുമല്ല, എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നൊക്കെ സ്നാപകയോഹന്നാൻ പറയുന്നുണ്ട്. സ്നേഹമുള്ളവർ, നമ്മൾ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ സ്നാപകയോഹന്നാൻ നമുക്ക് നൽകുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുവാൻ എന്നുള്ളതാണ്. അല്ല, ദൈവസന്നിധിയിൽ എളിമയോടുകൂടി നിന്നാൽ ദൈവം നിന്നെ ഉയർത്തുമെന്നുള്ളൊരു പാഠം സ്നാപകയോഹന്നാൻ നമുക്ക് നൽകുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ എളിമയോടെ ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്